അലമീൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം നമ്മുടെ പ്രിയപ്പെട്ട MTയുടെ ഭൗതികദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തേക്കെടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് അവിടെ നടക്കുന്നത്. നേരത്തെ അലമീൻ സൂചിപ്പിച്ചതുപോലെ നിറയെ ഓർമ്മകൾ സമ്മാനിച്ചാണ് MT മടങ്ങുന്നത്. മലയാളത്തിൻ്റെ MTയുടെ അന്ത്യവിശ്രമം സ്മൃതിപഥത്തിലാണ്. ആധുനിക സൗകര്യങ്ങളൊക്കെയായിട്ട് സ്മൃതിപഥം നവീകരിച്ച് മറ്റന്നാളാണ് തുറക്കാൻ നിശ്ചയിച്ചിരുന്നതെങ്കിലും അതിനു മുൻപ് തന്നെ MT അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന തരത്തിൽ അതിൻ്റെ ഒരു നവീകരണത്തിന് ശേഷമുള്ള ഉദ്ഘാടനം അദ്ദേഹം മരണശേഷം ചെയ്യുകയാണ്. അവിടെ ഇലക്ട്രിക് ശ്മശാനം, അതോടൊപ്പം തന്നെ വാതക ചൂളയും ഒക്കെയുണ്ട്. ഇലക്ട്രിക് ശ്മശാനത്തിലല്ലേ MTയുടെ സംസ്കാരം? വൈദ്യുത ശ്മശാനത്തിലാണ് MTക്ക് സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെയും ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ ഇതിൻ്റെ അധികൃതർ വന്ന് ആദ്യമായി നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമുള്ള ആദ്യ ചടങ്ങായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. വൈദ്യുത ശ്മശാനമുണ്ട്, ഗ്യാസ് ശ്മശാനമുണ്ട്, ഒപ്പം തീച്ചുളയിലൂടെയുള്ള പരമ്പരാഗത രീതിയിലുള്ള ശ്മശാനമുണ്ട്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിലേക്കാണ് MT എന്ന ചിന്തകൾക്ക് തീപിടിപ്പിച്ച് മലയാള സാഹിത്യ ലോകത്ത് ആളിക്കത്തിയ ആ മഹാമേരു ഒരു ചിതയായി ഒടുങ്ങാൻ പോകുന്നത്. കൂടല്ലൂരിനും കോഴിക്കോടിനുമിടയിൽ കാലം രചിച്ച ഒരു കഥയാണ്. ആ കഥ ഒതുങ്ങാൻ പോവുകയാണ്. കഥ അവസാനത്തിലേക്ക്, അല്ലെങ്കിൽ ആ കഥയുടെ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എഴുത്തിൻ്റെ ഓളവും അതുപോലെ തീരവും തീർത്ത കാലം ഓർമ്മകളിലേക്ക് പോയി മറയാൻ പോവുകയാണ്. ആ ഓർമ്മകളുടെ കേന്ദ്രഭൂമിയായി സ്മൃതിപഥം മാറാൻ പോവുകയാണ്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ആദ്യം അന്തിമോപചാരം, ഔദ്യോഗിക ബഹുമതികൾ അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് സംസ്കാരം നടക്കുക. ശേഷം MTയുടെ അനുസ്മരണ യോഗവും ഇവിടെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കണ്ണീരണിഞ്ഞും കൈകൂപ്പിയും എത്ര മനുഷ്യരാണ് വിലാപയാത്രയും പൊതുദർശനവും ഒക്കെ ഒഴിവാക്കണം എന്ന നിബന്ധനകൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് യാത്രാമൊഴിയേകാൻ എത്ര മനുഷ്യരാണ് കൈകൂപ്പിയും കണ്ണീരണിഞ്ഞും നിൽക്കുന്നത്. അതിൽ പലരും അദ്ദേഹത്തെ വ്യക്തിപരമായി അടുപ്പമുള്ളവരും ഇഷ്ടമുള്ളവരുമാണ്. പലരും കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് ആ കഥാപാത്രങ്ങൾ തങ്ങളിൽ ഒരാളാണ് എന്ന് തോന്നിയതിനാൽ അദ്ദേഹത്തിലേക്ക് കൂടുതൽ വായനയിലൂടെ അടുത്ത മനുഷ്യരാണ്. അങ്ങനെ ഒരു ആ പ്രതിഭാവിലാസം കൊണ്ട് വീട്ടുകാരനായി മാറുന്നു മലയാളത്തിൻ്റെ മുഴുവൻ. അങ്ങനെ ആ മലയാളം സംസാരിക്കുന്ന എല്ലായിടത്തുമുള്ളവർ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരനായി, അങ്ങനെ അധികമാർക്കും അവകാശപ്പെടാനില്ലാത്ത പെരുമയോടെ അദ്ദേഹം മടങ്ങുകയാണ്. ഇതാ അവസാന യാത്ര പറയാനായി ആൾക്കൂട്ടത്തിൽ അദ്ദേഹം കിടക്കുകയാണ്. ചുറ്റും കൂടുന്നവർ, ആ ആൾക്കൂട്ടം ഒന്നാകെ അദ്ദേഹത്തോട് പറയുകയാണ്, പ്രിയപ്പെട്ട MT, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങ് ഞങ്ങളുടെ മനസ്സുകളിൽ എന്നും ഉണ്ടായിരിക്കുമെന്ന്. അല്ലേ അലമീൻ? സുജയ, ഒരു സംശയവുമില്ല. MT എന്ന എഴുത്തുകാരൻ മലയാള സാഹിത്യത്തിൻ്റെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിക്കുമ്പോഴും സാധാരണക്കാരന് വായിക്കാൻ, അവന് മനസ്സിലാകാൻ പറ്റുന്ന തരത്തിലുള്ള കഥാ പരിസരം ഒരുക്കിക്കൊണ്ടാണ് ഓരോ കൃതികളും MT പൂർത്തിയാക്കിയിരുന്നത്. സാധാരണക്കാരന് മുതൽ ഏത് തലത്തിലുള്ള ആളുകൾക്കും വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എഴുത്തുകളായിരുന്നു MTയുടെ പ്രത്യേകത. എന്ന് മാത്രമല്ല, സാധാരണക്കാരൻ്റെ ജീവിത പരിസരം കൂടിയാണ് MTയുടെ കഥാപശ്ചാത്തലം എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനെയും MTയോട് അടുപ്പിക്കുന്ന ഘടകം തന്നെയായിരുന്നു. നേരിട്ട് കാണുമ്പോൾ MT ഒരുപക്ഷെ ആളുകളെ വാരിപ്പുണരുകയോ ആ അർത്ഥത്തിൽ സ്നേഹപ്രകടനങ്ങളുടെ ഒരു പ്രകടനപരത കാഴ്ചവെക്കുകയോ ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദയാവായ്പിൻ്റെയും സ്നേഹവായ്പിൻ്റെയും ഒക്കെ തന്നെ വല്ലാത്ത തിരയിളക്കമുണ്ടായിരുന്നു. അത് പലതരത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് മലയാളികൾ. സാഹിത്യം അറിയുന്നവർ, എഴുത്തിനെ സ്നേഹിച്ചവർ, കോഴിക്കോടിൻ്റെ മൺതരികളിലൂടെ കടന്നു പോയിട്ടുള്ളവർ, MTയെ ഒരു വട്ടമെങ്കിലും കാണുകയോ MTയെ അടുത്തറിയുകയോ ചെയ്തവർക്കെല്ലാം MTയുടെ ഉള്ളിൽ ആ ദയാവായ്പ് ഏതെങ്കിലും തരത്തിൽ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ജനക്കൂട്ടം, ഈ വലിയ ജനസാഗരം പ്രിയപ്പെട്ട എഴുത്തുകാരൻ എൻ്റെ യാത്രാമൊഴി നൽകുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. MTയുടെ എഴുത്തുകൾ ആധുനിക കാലത്ത് പലതരത്തിലുള്ള എഴുത്തുകളും അതിൻ്റെ സാഹിത്യരംഗത്ത് പലതരത്തിലുള്ള മാറ്റങ്ങളുമൊക്കെ